ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഞാൻ നേരത്തെ സമ്മർ ഫ്രാഗ്രൻസ് ഇട്ടിരുന്നു, ഓഫീസ് ഫ്രണ്ട്ലി. അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് സൈഡിലായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഞാൻ അഫോർഡബിൾ ഫ്രാഗ്രൻസിൻ്റെ വീഡിയോ ഇടാമെന്ന്. അപ്പോൾ പുതിയ സെറ്റപ്പാണ്. അപ്പോൾ തുടങ്ങാം. ഇതിൻ്റെ പേര് ലക്കോസ്റ്റ് വൈറ്റ്. EDP കോൺസെൻട്രേഷനാണ്. ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു റോസ്മേരി ഓപ്പണിങ്ങും പിന്നെ ഒരു വൈറ്റ് ഫ്ലോറൽസ്, പിന്നെ ഇതിനകത്ത് ഏലാങ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലവർ വരുന്നുണ്ട്. അത് റെയറായിട്ട് വരുന്നതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ. അറ്റോമൈസറൊക്കെ ആവറേജ് ആണ്. അപ്പോൾ ഇത് കറക്റ്റ് റേറ്റ് എനിക്കറിയില്ല. എന്തായാലും ഒരു 4000 to 5000 ആ റേഞ്ച് കിട്ടും. അത്യാവശ്യം നല്ല കോംപ്ലിമെൻറ്റ് ഫുള്ളറാണ്, പ്ലീസിങ് ആണ്, ഒട്ടും ഒഫൻസീവ് അല്ല. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കാം. ഇത് അൽഹറമൈൻ അംബറൂത്ത് ഗോൾഡ് എഡിഷൻ ആണ്. ഇതൊരു 60 ml ബോട്ടിലാണ്. ഞാനിത് ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, ഈ ടെൻറ്റ് കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇത് നല്ല പ്രഷറൈസ് അറ്റോമൈസറാണ്. ഓക്കെ, ഇതൊരു 4000 to 5000 റേഞ്ചിൽ വരും ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ. പിന്നെ ഇത് നമ്മുടെ സർജോഫിൻ്റെ എർബാപൂരയുടെ ഒരു 1-to-1 ക്ലോൺ എന്ന് പറയാൻ വേണമെങ്കിൽ അത്യാവശ്യം നല്ല സ്വീറ്റ്, ഫ്രൂട്ടി, പിന്നെ ഒരു ആംബർ ടച്ചൊക്കെ വരുന്നൊരു ഫ്രാഗ്രൻസ് ആണ്. ബ്ലൈൻഡ് ബൈ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, എന്തായാലും ട്രൈ ചെയ്തിട്ട് മേടിക്കുക. ഓക്കെ, അടുത്തത് റസാസി ഹവാസ്. ഇത് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയായിരിക്കും. അത്യാവശ്യം സമ്മറിൽ നാട്ടിൽ നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നതാണ് എൻ്റെ ഒരു അനുഭവം. ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഇതും ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. ഓക്കെ, ഇതെൻ്റെ ഒരു ആദ്യം തുടങ്ങുന്ന ടൈമിൽ മേടിച്ചൊരു ഫ്രാഗ്രൻസ് ആണ്. ഇത് അത്യാവശ്യം ഇതിനകത്ത് വാട്ടറി പ്ലം നോട്ട്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു മസ്കി ഡ്രൈ ഡൗണിൽ ഫിനിഷ് ആവും. ആൻഡ് ഇതിൻ്റെ ഒരു ഫ്ലാങ്കറും കൂടെ ഉണ്ട്. ഹവാ സൈസ് ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കലാണ്. സ്മെൽ ഓൾമോസ്റ്റ് സെയിം ആണ്. ലൗഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ എഡ്ജസ് കട്ട് ചെയ്തിട്ട് ഇറങ്ങിയാണ് ഇത്. ഇപ്പോൾ അത്യാവശ്യം റേറ്റ് രണ്ടും കുറഞ്ഞിട്ടുണ്ട്. കാരണം ഹവാസ് ഇപ്പോൾ ഒത്തിരി ഫ്ലാങ്കേഴ്സ് ഇറക്കുന്നതുകൊണ്ട് റേറ്റ് ഇനിയും കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തിട്ട് നോക്കുക. പിന്നെ ഇതും റസാസിയുടെ ഒരു ലൈനിൽ വരുന്നതാണ്. അൽവിസാം ഓൾ ഡേ അങ്ങനെയാണെന്ന് തോന്നുന്നു പേര്, കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ ഇതും ഞാൻ ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവത്തിലാണ് പറയുന്നത്. ഇതിനകത്തൊരു റോസിൻ്റെ നോട്ട് വരുന്നുണ്ട്. പിന്നെ സാൻഡൽവുഡ് നോട്ട്സ് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും സമ്മറിൽ നല്ലൊരു ബീസ്റ്റ് മൂഡ് പെർഫോമറാണിത്. ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്, പ്ലീസിങ് ആണ്. ഇതും എനിക്ക് തോന്നുന്നു ഒരു 3500 4000 ആ റേഞ്ച് കിട്ടും. അപ്പോൾ താല്പര്യമുള്ളവർ നോട്ട്സ് നോക്കിയിട്ട് മേടിക്കുക. സോറി, ഇത് നമ്മുടെ മിസോണി വേവ്. നല്ല റേറ്റ് കുറഞ്ഞിരുന്നായിരുന്നു. പിന്നെ ഇടയ്ക്ക് നമ്മുടെ ബ്ലൂഡി ഷനേലല്ല, ഷനേലിൻ്റെ അല്ലൂറും സ്പോട്ടുമായിട്ട് നല്ലൊരു സാമ്യമുണ്ട് ഇതിന്. അപ്പോൾ ഇപ്പോൾ ഒത്തിരി പേര് റിവ്യൂ ഒക്കെ കണ്ട് ഇത് പിന്നെ ഹൈപ്പ് കയറിയിട്ട് റേറ്റ് മുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ താഴെ ഇറങ്ങുമ്പോൾ നോക്കി മേടിക്കുക. ഇതും ഓക്കെ, നല്ല അറ്റോമൈസറാണ്. നല്ല ഫ്രഷ് ഫ്രാഗ്രൻസ് ആൻഡ് മാഗ്നറ്റിക് ക്യാപ്പ്. ഈ ഒരു റേറ്റിൽ ഇങ്ങനെ ഒരെണ്ണം കിട്ടത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നല്ല റേറ്റ് കൂടി ഇപ്പോൾ ഉണ്ട്. എല്ലായിടത്തും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, നോക്കി മേടിക്കുക. പിന്നെ അഫ്നാൻ റെയർ റീഫ്. ഇതും ഇടയ്ക്ക് നല്ലൊരു ഹൈപ്പ് എല്ലാവരും കൂടെ കയറ്റി വിട്ടൊരു ഫ്രാഗ്രൻസ് ആണ്. നല്ല ഓവർ ഫ്രഷ്. ഇതിനകത്ത് സിട്രോൺ എന്ന് പറഞ്ഞിട്ട് നോട്ട് വരുന്നുണ്ട് ടോപ്പിൽ. അതുകൊണ്ട് അതിൻ്റെ ഫ്രഷ്നെസ്, ഇത് കുറച്ച് ഓവർലി ഫ്രഷ് ആയിട്ട് നിൽക്കുന്നൊരു ഫ്രാഗ്രൻസ് ആണ്. എല്ലാം ഫ്രഷ് ഫ്രാഗ്രൻസ് ആണ്. പക്ഷേ ഇതിനകത്ത് ഫ്രൂട്ടി ടച്ച് ഒന്നുമില്ല, കൂടുതൽ സിട്രസ് ആണ്. ഇത് പെസഫിക് ചില്ലുമായിട്ട് നല്ല സാമ്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ പെസഫിക് ചില്ല് ഇതുവരെ സ്മെല്ല് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഞാൻ ആളല്ല. എന്തായാലും ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വിൻ്ററാണ്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം കുറച്ച് വിൻ്റർ ഫ്രാഗ്രൻസും കൂടെ ഇടാൻ. എന്തായാലും കുറച്ചും കൂടെ ഒരു സമ്മർ ഫ്രാഗ്രൻസ് ഉണ്ട്, കുറച്ചും കൂടെ ബഡ്ജറ്റ് താഴെയായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. താങ്ക് യു.